വീട്ടിലാണെങ്കിൽ ഒന്നും ജീവിച്ചിട്ടില്ല. വഴിയെ കൂടെ വരുക എന്നെ ശല്യം ചെയ്യാൻ വന്നാൽ ഇതുപോലെ നോക്കും. നീ കണ്ടോ, നീ ഇപ്പൊ എന്നെ ഇവിടെ വെച്ച് ഇടിക്കാൻ വയ്യാൻ വിറ്റേറ്റൊന്ന് കിട്ടി ആക്കാന്നുണ്ട്. എനിക്കുണ്ട് ഇതെല്ലാം നീ ഇനി നോക്കാൻ പോകുന്നു. ഇതെല്ലാം എന്റെ മോന്റെ വഴിയുടെ കഴിയും. എന്റെ മോന്റെ കയ്യിലെ വലിയ കാര്യം മിണ്ടാതിരി കറുതല് പറയാതിരിക്കും. അവർ പറയുന്ന കാര്യം വിടുമെന്ന് ഒറ്റ മാത്രം ചോദിച്ചത് ഇത്രയും സംസാരം ഇവിടെ എന്നെ വിളിക്കൂ. ഇങ്ങനെ വിളിക്കണ വന്നല്ലേ നേരെ വിളിച്ചാൽ അവിടെ അമ്മയ്ക്ക് വിളിക്കൂടാ. നീ ഇങ്ങനെ വിളിക്കുവോ? അവിടെ അമ്മയ്ക്ക് നീ വിളിക്കാൻ ഞങ്ങൾക്ക് തന്നെ വിശാഖപട്ടണത്ത് നാവികാഭ്യാസ പ്രകടനത്തിലെത്തിയ ഇറാൻ പടക്കപ്പലാണ് ഇതുപോലാണ് തിരിച്ചു കിട്ടുന്നത്. തീരത്തിനടുത്ത് ആക്രമിച്ച് തകർത്തത്. മറ്റൊരു ഇറാൻ കൊച്ചിയിൽ അഭയം നൽകിയിരിക്കുകയാണ്. ആദ്യത്തെ ആക്രമണത്തിന്റെ പലരും ഇന്ത്യയെ വിമർശിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ മാനുഷിക പരിഗണനകളിൽ മറ്റൊരു കപ്പലിന് ഇന്ത്യ അഭയം നൽകിയിരിക്കുകയും ചെയ്തു. ഇന്ത്യയും ഇറാനുമായുള്ള ബന്ധം ഞാൻ ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ഞാനുമായിട്ട് യാതൊരു സഹകരണവും. ഇവൾ എന്നെ അമ്മയെന്ന് വിളിച്ചു പോകരുത്. സാംസ്കാരികമായ വലിയ ബന്ധം ഞാൻ പറഞ്ഞു ഞാൻ ഇറാനുമായിട്ട് കുറെ വർഷങ്ങളൊക്കെ ഇവിടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒരു കഷ്ടയിലൂടെ വരട്ടെ, ഞാൻ എന്നെ കൂടെ കേൾക്കാൻ നിരത്തി വെച്ചു കൊടുക്കും. ഇന്ത്യ ചെയ്തത് എന്താ, എന്തുകൊണ്ട് അവർ ചെയ്തില്ല എന്നായിരുന്നു അവരെപ്പോഴും എന്നോട് ചോദിക്കാറുണ്ടായിരുന്നു. കാരണം നമ്മൾ വല്ലവനും കൊണ്ട് ചോറ് കൊടുക്കുന്നതുമല്ല, അവന്റെ തള്ളയെ വിളിക്കുന്ന വിളിയിലാണോ എന്നറിയാൻ അവർക്ക് വലിയ ആഗ്രഹമുണ്ടായി. കാരണം അവർ NPT ഒപ്പിട്ടില്ലായിരുന്നെങ്കിൽ അവർക്കൊരു പക്ഷേ ഇന്ത്യയുടെ തരത്തിലുള്ള ഒരു നയം കൊണ്ട് ഒരു ഡിറ്ററന്റ് ബിൽഡ് ചെയ്യാൻ കഴിയുമായിരുന്നു എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് ഇന്ത്യയുടെ നയത്തെപ്പറ്റി ഒരു തരത്തിൽ പറഞ്ഞാൽ അവർക്കൊരു അസൂയായിരുന്നു ആ സമയത്ത്. അപ്പൊ അവരുടെ ആസ്പിറേഷനും അതായി NPT ഒപ്പിട്ടെങ്കിൽ പോലും അതിൽ നിന്ന് അവരുടെ ഒരു ഡിറ്ററന്റ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയും. നമ്മളൊപ്പിട്ടാത്ത രാജ്യമായതുകൊണ്ട് എളുപ്പമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അവരുടെ